ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം റീൽസ് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണ്. ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് ഒരു ആപ്ലിക്കേഷനോ അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാം മാത്രം ഓപ്പൺ ചെയ്താൽ മതി. നമ്മളത് എങ്ങനെയാണെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്തായാലും ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, ആദ്യം തന്നെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് റീലാണോ കാണാൻ വേണ്ടി താല്പര്യം ആ റീൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എടുക്കുക. ഇപ്പോൾ ഞാൻ ഈ ഒരു റീലാണ് എടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഷെയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാവുന്നതാണ്, ഒരു ആരോൻ്റെ ഒരു സിമ്പിള്. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആഡ് എ റീൽ ടു യുവർ സ്റ്റോറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് നൈസായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 5-2 സെക്കൻഡ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ നെറ്റ് സ്പീഡ് അനുസരിച്ചിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഇവിടെ ഓപ്പണായി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ക്രീൻ സൈസ് നിങ്ങൾക്ക് ഒന്ന് സൂം ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് എത്രയാണ് സ്ക്രീൻ സൈസ് വേണ്ടത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സ്ക്രീനിൻ്റെ സൈസ് അനുസരിച്ചിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ടൊരു 3 ഡോട്ട് കാണാവുന്നതാണ്. ആ ഒരു 3 ഡോട്ടിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ സേവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അവിടെ നിന്ന് സേവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ്. ഒരു 2-3 സെക്കൻഡ് ഒരു പ്രോസസ്സിംഗ് നിങ്ങൾ കാണിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് സേവ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, വീഡിയോ സേവ്ഡ് എന്ന്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗാലറി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഗാലറി നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിൽ തന്നെ സേവ് ആയിട്ടുള്ളതാണ്. ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ്, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പല ഇൻസ്റ്റഗ്രാം യൂസേഴ്സിനും അറിഞ്ഞുകൂടാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതൊന്ന് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. എന്തായാലും ഗൈസ്, ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ 𝑗𝑔𝑑 ആൻഡ് ബൈ.